എല്ലാവർക്കും നമസ്കാരം. പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്ത് വർഷങ്ങളായിട്ട് പോകുന്ന ആളാണ് ഞാൻ. ഒരു ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ മുതൽ ഇടക്കിടക്ക് പോകാറുണ്ട്. ഞാൻ കൊല്ലൂർ മൂകാംബികയിൽ പോയി തുടങ്ങിയപ്പോൾ അന്നൊക്കെ നമ്മൾ കാറിനാണ് പോവുക കൊല്ലൂർ മൂകാംബികയിൽ. അപ്പോൾ ഇതേപോലെ പോകുന്ന വഴിയിൽ അല്ലെങ്കിൽ മടങ്ങി വരുന്ന വഴിയിൽ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്ത് കയറാറുണ്ട്. അവിടെ കയറി കഴിഞ്ഞാൽ സാധാരണ വൈകുന്നേര സമയത്തുള്ള വെള്ളാട്ട് കാണും, മടങ്ങിപ്പോരും. വെള്ളാട്ടം കഴിഞ്ഞ് ഇങ്ങോട്ട് പോരും തിരിച്ച്. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഇവിടെ ഇരിക്കുന്നത് ആരാണ്, മുത്തപ്പൻ ആരാണ് എന്നുള്ള സംഭവം അപ്പോൾ ആലോചിക്കാറുണ്ട്. അപ്പോൾ ശിവൻ്റേതായിട്ടുള്ള ഒരു ഇതാണ് എനിക്കവിടെ തോന്നിയിട്ടുള്ളത്. വല്ല പലരോടും ചോദിക്കുമ്പോഴും അത് ശിവനാണ് അവിടെ ഇരിക്കുന്നത്, ശിവൻ്റെ തന്നെ ഒരു ഭാവമാണ്. ഇതുപോലെ ഉണക്കമീനും ഈ കള്ളൊക്കെ അവിടെ കുടിച്ചുകൊണ്ട് മുത്തപ്പൻ്റെ കുറേ വാളൊക്കെ പഠിച്ചിട്ടുള്ള അഭ്യാസങ്ങളും പ്രകടനങ്ങളൊക്കെ പട്ടികൾ ലാസ്റ്റ് വന്നിട്ട് ആ മീനൊക്കെ കഴിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അത്ഭുതത്തോടെ ഞാൻ ആദ്യകാലങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. അതൊരു ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ പട്ടികൾ കുറേ എണ്ണമുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, അപ്പോൾ മിക്കവാറും എൻ്റെ വീഡിയോ കാണുന്ന കൂടുതലും കണ്ണൂരുകാരാണെന്നറിയാം. അപ്പോൾ കണ്ണൂരുകാരോട് മുത്തപ്പൻ്റെ കാര്യം പറയേണ്ടതില്ല, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ പഠിപ്പിക്കേണ്ടതുമില്ല. നിങ്ങളടുത്ത് എനിക്കാണ് പഠിക്കാനുള്ളത് അതിനെപ്പറ്റി. എന്തൊരു എക്സ്പീരിയൻസ് ഞാനിവിടെ ജസ്റ്റ് ഷെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പട്ടികൾ എല്ലാം വളരെ ക്ഷമാപൂർവ്വം അവിടെ ഇങ്ങനെ നിന്നിട്ട് ഒരു പട്ടി മാത്രം മുന്നോട്ട് വന്നിട്ട് അത് കഴിക്കുന്നൊരു കാഴ്ചയുണ്ട്. ഞാൻ 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അത് ഭയങ്കര അത്ഭുതമായി എനിക്ക്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ നമ്മളൊരു 5-6 പട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു എന്തെങ്കിലും ഒരു ഫുഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടി ചാടി വീണ് കടിപിടി ഉണ്ടാക്കുന്നൊരു പ്രവണതയുണ്ട്. അപ്പോൾ ആ ഒരു ഡോഗ്സിൻ്റെ ഒരു രീതിയാണ്. പക്ഷേ പറശ്ശിനിക്കടവിൽ മാത്രം ഞാൻ കണ്ടിട്ടുള്ള അത്ഭുതമാണ്, ഒരു പട്ടി മാത്രം വന്ന് ഇത് മീൻ കഴിച്ചിട്ട് അവിടെ പോകും. അത് ഒരു ശല്യം ഉണ്ടാക്കാതെ ആ പട്ടികളെല്ലാം അവിടെ ഇങ്ങനെ നടക്കുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ തവണ ചെല്ലുമ്പോഴും അവിടെ ജസ്റ്റ് തൊഴുത് ഇങ്ങോട്ട് അവിടുത്തെ ഒരു നിവേദ്യം കൊടുക്കുന്നുണ്ടല്ലോ, നമുക്ക് ഭക്ഷണമായിട്ട് കഴിക്കുന്ന അവിടെ ചായയും മറ്റേ പയർ, അത് രണ്ടും കഴിക്കും. അപ്പോൾ അത് അവിടേക്ക് പോകുമ്പോൾ ഒരു സന്തോഷമാണ്. ഒരു ചായയും അതും കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ആനന്ദമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. മുത്തപ്പൻ്റെ ഒരു പ്രസാദം. ഈ അടുത്തും കൂടി ഞാൻ പോയിട്ടുണ്ടായിരുന്നു. തിരക്ക് കാരണം പിന്നെ അത് ചായയും അതും കഴിക്കാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. ഒരു ഞായറാഴ്ച ദിവസമായതിൻ്റെ പേരിൽ അങ്ങോട്ടേക്ക് എടുക്കാൻ പോലും പറ്റാത്തത്ര ആളായിരുന്നു. എന്നാലും തൊഴുത് പോന്നു. അപ്പോൾ ഇതിന് മുമ്പത്തെ പ്രാവശ്യം, അതായത് ഒരു 2-3 മാസം മുന്നേ ഞാൻ പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫാമിലിയായിട്ട് പോയതാണ്. അപ്പോൾ അവിടെ കുറച്ച് സമയം അവിടെ ഇരിക്കാനൊക്കെ പറ്റി. അന്നുണ്ടായ അത്ഭുതകരമായ അനുഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ ചോദ്യം ഇങ്ങനെ ഇപ്പോഴും ചോദിക്കാറുണ്ട്, ശരിക്കും ഇവിടെ ഇരിക്കുന്ന ആ രൂപം എനിക്ക് എന്താണെന്ന് കാണിച്ചു തന്നെ, മനസ്സിലാക്കി തന്നെ എന്ന് ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് കിട്ടിയിട്ടില്ല. അവിടെ ചെല്ലുമ്പോൾ കയറി കഴിഞ്ഞാൽ തൊഴുതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമുക്ക് അവിടെ നിന്ന് പോരാൻ തോന്നും. കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ, അവിടെ നിൽക്കാനായിട്ട് എനിക്ക് തോന്നാറില്ല. പക്ഷെ അന്ന് ഞാൻ കുറച്ച് സമയം അവിടെ എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി ആ തറയുടെ മുകളിൽ കയറി കുറച്ച് നേരം ഇരുന്നു. ഞാൻ അധികം നേരം ഇരുന്നില്ല, ഞാൻ ഒരു 10 മിനിറ്റ് ഇരുന്നുള്ളൂ. പെട്ടെന്ന് ഇങ്ങനെ ഇരിക്കണമെന്നിട്ട് ഞാൻ ഇങ്ങനെ കണ്ണടച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മുമ്പിലൊരു ഭയങ്കരമായൊരു രൂപം ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ആരോ എന്തോ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ്, എന്തോ മെസ്സേജ് ഇപ്പോൾ എനിക്ക് കിട്ടും എന്നൊക്കെ നോക്കിക്കൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ വന്ന രൂപം എന്ന് പറഞ്ഞാൽ ശൈവഭാവത്തിലുള്ള ഒരു ഭയങ്കര അതിഭീകരമായ ഒരു രൂപമാണ്. അതേപ്പറ്റി ഞാനൊരു വർണ്ണിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ, ഇത്രയും അതിഭയങ്കരമായ രൂപമാണ്. എന്നിട്ട് പറയുന്നത് ഞാൻ കാലഭൈരവനാണ്, എൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ഞാൻ പെട്ടെന്ന് കുറച്ച് നേരത്തേക്ക് ഭയങ്കരമായിട്ട് ഇതായിപ്പോയി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് എനിക്ക് അവിടെ നിന്നപ്പോൾ കിട്ടിയത്. എനിക്കുണ്ടായ അനുഭവമുണ്ട്, എൻ്റെ മാത്രം അനുഭവമാണ്, എൻ്റെ പേഴ്സണൽ അനുഭവം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അത് ഇവിടെ അനലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ചർച്ചക്കിടാനോ അല്ലെങ്കിൽ ഒന്നിനും വേണ്ടല്ല, ആർഗ്യുമെൻറ്റിന് വേണ്ടി ഒന്നുമല്ല. എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അവിടുത്തെ നിങ്ങളുടെ വിശ്വാസങ്ങളൊക്കെ നിങ്ങൾക്ക് സൂക്ഷിക്കാം. മറ്റേ മുത്തപ്പനെ പറ്റി ഞാൻ വേറെ ഒന്നും മാറ്റിയും പറയണമെന്നില്ല, എനിക്ക് കിട്ടിയ അനുഭവം. അപ്പോൾ കാലഭൈരവൻ്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് എനിക്കിങ്ങനെ ഇതിങ്ങനെ
വിഷനിൽ വന്ന് ഇദ്ദേഹം എനിക്ക് കാണിച്ചു തന്ന് പറഞ്ഞു തന്നു. അപ്പോൾ പിന്നീട് ഞാൻ അടുത്ത പ്രാവശ്യം പോയപ്പോഴൊക്കെ ഞാൻ അവിടെ തൊഴുമ്പോൾ കാലഭൈരവനായിട്ടാണ് ഞാൻ തൊഴണത്. ശരി, എൻ്റെ കാര്യമാണ്, എൻ്റെ ഒരു ഇതാണ്. കാലഭൈരവൻ ആണ് എന്നുള്ള ആ ഒരു ഇതിനാണ് ഞാൻ അവിടെ ചെന്നിട്ട് തൊഴുന്നത്. ആക്ച്വലി ഈ കാലഭൈരവൻ എന്താണെന്ന് പോലും അന്ന് എനിക്കറിയില്ലായിരുന്നു. കാലഭൈരവൻ ഞാൻ കേട്ടിട്ടുണ്ട്, കാലഭൈരവൻ ശിവനാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം, അന്നും ഇന്നും അത് തന്നെയാണ്. അപ്പോൾ ഈ അടുത്താണ് ഞാൻ കാലഭൈരവനെ പറ്റി കൂടുതൽ കേട്ടത്. കാശിയിൽ പോയ ഒരാളാണ്, കാലഭൈരവൻ്റെ ക്ഷേത്രമുണ്ട്, അവിടെ പോയിട്ട് ഒരു പൂജയെല്ലാം ചെയ്തെന്നൊക്കെ ഈ അടുത്ത് പറയണ്ടായി. പിന്നെ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പഠിക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല കാലഭൈരവനെ പറ്റി. പക്ഷേ ഞാനത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഗൂഗിളൊക്കെ എടുത്തൊക്കെ നോക്കി. അപ്പോൾ കാലഭൈരവൻ്റെ ഇതിനകത്തൊക്കെ ഈ പട്ടികളുടെ ഒരു വാഹനമാണ്, പട്ടികളുടെ സാന്നിധ്യം, അതിൻ്റെ ഫോട്ടോയിലൊക്കെ ഈ പട്ടികളും ഉണ്ട്. അപ്പോൾ ഞാൻ 2 മണി കൂട്ടി ഇങ്ങനെ വായിച്ചപ്പോൾ എനിക്ക് തോന്നി എനിക്ക് കിട്ടിയ ആ വിഷൻ കറക്റ്റാണ്, ആക്യുറേറ്റ് ആണെന്ന് എനിക്ക് തോന്നി. കാരണം പട്ടികൾ എപ്പോഴും അവിടെ ഉണ്ട്. ഈ നമ്മൾ പറശ്ശിനിക്കടവ് അമ്പലത്തിൽ എപ്പോൾ നോക്കിയാലും ഇഷ്ടംപോലെ പട്ടികളുണ്ട്. പട്ടികളുടെ ഒരു ഡൊണേഷൻ ഉണ്ട്, പട്ടിയുടെ നടയിരുത്തുന്ന പരിപാടിയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാഹനമായിട്ടാണല്ലോ സങ്കല്പിക്കുന്നത് മുത്തപ്പൻ്റെ. അപ്പോൾ ഈ കാലഭൈരവൻ്റെ വാഹനവും ഇയാൾ തന്നെയാണ്. അത് 2 മണി വായിച്ചപ്പോൾ എനിക്ക് തോന്നി എനിക്ക് കിട്ടിയേക്കണ ആ ഒരു വിഷൻ, ആ ഒരു ഇൻഫർമേഷൻ എന്നെ സംബന്ധിച്ചിട്ട് ഞാനത് ശരിയായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് കണ്ണൂരെ കൂടി എന്നെ ഓടിച്ചിട്ട് തല്ലരുത്, എൻ്റെ അനുഭവമാണ് പറയുന്നത്. എന്തായാലും അതിനുശേഷം ഈ ഞാൻ പോകുമ്പോൾ ഇതേപോലെ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിൽ ഞാനത് ആ ഒരു കാലഭൈരവൻ്റെ രൂപത്തിലാണ് ഞാൻ നമ്മുടെ മുത്തപ്പനെ കാണുന്നത്. അപ്പോൾ അത് ഇനി പോകുമ്പോഴും എൻ്റെ മനസ്സിലേക്ക് ആ രൂപമായിരിക്കും കടന്നു വരിക. ആ രൂപം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ പറയുമ്പോഴും എൻ്റെ ഉള്ളിലിങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്. എനിക്ക് കാണാം, ആ രൂപം കാണാം. പല സമയങ്ങളിലും ഈ മുത്തപ്പൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിനെ പ്രാർത്ഥിക്കാറൊന്നുമില്ല, മുത്തപ്പനെ പ്രാർത്ഥിക്കുന്ന ആളൊന്നുമല്ല. പക്ഷേ പല സമയങ്ങളിലും പല രൂപത്തിലും മുത്തപ്പനെ സഹായിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയാം. കാരണം എനിക്ക് കണ്ണൂർ ഒരു ജന്മമുണ്ട്. കണ്ണൂർ ഒരു 700 വർഷം മുന്നേ എനിക്കൊരു ജന്മം കണ്ണൂരുണ്ടായിട്ടുണ്ട്. കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് വടക്കൻ കേരളത്തിൽ. അപ്പോൾ കണ്ണൂരാണെന്നുണ്ടെങ്കിലും ആ കുറേ ഏരിയകളിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ മുത്തപ്പൻ്റെ ക്ഷേത്രമൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ അതൊക്കെ ആയിട്ട് ചിലപ്പോൾ ബന്ധം ഉണ്ടായിരുന്നിരിക്കണം, എനിക്ക് അറിഞ്ഞൂടാ. ആ കാലഘട്ടത്തിൽ ഈ ക്ഷേത്രം ഉണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല. എനിവേ അവിടെയുള്ള കുറേ സ്ഥലങ്ങളായിട്ട് എനിക്ക് കണക്ഷൻസ് ഉണ്ട്. ലോകനാർക്കാവായിട്ട് ഒരു ബന്ധമുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് അവിടെ ചെന്നപ്പോൾ എനിക്കത് ഇൻഡ്യൂഷനിൽ അതൊക്കെ വന്നായിരുന്നു. അതുമാത്രമല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് വരുന്ന എൻ്റെ ക്ലയൻറ്റ്സ് കണ്ണൂരുകാരാണ്. കണ്ണൂരായെപ്പറ്റി ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലവുമാണ് കണ്ണൂർ. മുമ്പെന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ പേടിയായിരുന്നു. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ണൂർ എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും ഭയങ്കര പേടിയായിരുന്നു. കാരണം അവിടെ എല്ലാം ഈ പല പല അക്രമങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരുന്നത്, പേപ്പറിൽ വന്നിരുന്നത് കണ്ണൂരിൽ നിന്നാണ്. പക്ഷേ ഇപ്പോൾ റിപ്പോർട്ടുകളൊന്നും ഞാൻ കാണുന്നില്ല. ഇപ്പോൾ ഉള്ള മാറ്റങ്ങൾ വന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അവിടെ ഞാൻ യാത്ര ചെയ്യുമ്പോഴും എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എനിവേ ഏറ്റവും കൂടുതൽ ക്ലയൻറ്റ്സ് വരുന്നത് കണ്ണൂരിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ കണ്ണൂരുകാരാണ്. ചിലപ്പോൾ ഈ കണ്ണൂരായിട്ടുള്ള ഈ ബന്ധം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആളുകൾ അങ്ങനെ എൻ്റെ അടുത്തായിട്ട് കണക്ട് ചെയ്ത് വരുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും പ്രിയപ്പെട്ട കണ്ണൂരുകാർക്ക് നമസ്കാരം. അപ്പോൾ ഇതെൻ്റെ ഒരു അനുഭവമാണ്. ഇനിയും കണ്ണൂരിലേക്ക് യാത്രകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കണ്ണൂരിലുള്ള അമ്പലങ്ങൾ പ്രാവശ്യം വന്നപ്പോൾ കണ്ണൂരുള്ള ആൾ തന്നെ നമുക്ക് ഗൈഡൻസ് തന്നു, നമ്മൾ കാണാൻ വന്നു. മാടായിക്കാവ്, കളരിവാതിക്കൽ ക്ഷേത്രം, അതേപോലെ പറശ്ശിനിക്കടവ്, മൃദംഗ ശൈലേശ്വരി, പെരളശ്ശേരി, അങ്ങനെ കുറേ അമ്പലങ്ങളിൽ അവിടെയുള്ള മെയിൻ അമ്പലങ്ങളെല്ലാം നമ്മൾ അന്ന് വന്നപ്പോൾ കണ്ടായിരുന്നു. അപ്പോൾ ഇനിയും അങ്ങോട്ടേക്ക് വരണമെന്നുണ്ട്. ഇത്തവണ കൊട്ടിയൂരിലേക്ക് വരണമെന്ന് വിചാരിച്ചു. പക്ഷേ കൊട്ടിയൂരിലെ തിരക്ക് കാരണം പിന്നെ മടി പിടിച്ചിട്ട് ഇറങ്ങാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അടുത്ത വർഷം തുടക്കത്തിൽ തന്നെ കൊട്ടിയൂരിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തവണ കൊട്ടിയൂരിലുള്ള ആ അമ്പലത്തിനടുത്തുള്ള ഒരു നമ്മുടെ ഒരു സുഹൃത്ത് അവിടെ ചെല്ലാനായിട്ടൊക്കെ പറഞ്ഞിട്ട് ക്ഷണിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ തിക്കും തിരക്കിലോട്ട് പോകാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് പയ്യെ മടി പിടിച്ച് വേണ്ടെന്ന് വെച്ചതാണ്.
അപ്പോൾ എന്തായാലും ഈ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ആരും തെറ്റിദ്ധരിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. നിങ്ങളുടെ വിശ്വാസങ്ങൾക്ക് ഭംഗമൊന്നും വരുത്തണ്ട. ഞാൻ എൻ്റേതായിട്ടുള്ളൊരു അനുഭവം എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും മുത്തപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.